ഉത്തരം തിരുവേദം മനസമോദ വികാസം. റീബിൽഡ് യുവർ ചർച്ച് എന്ന പഠന പരമ്പരയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പരിശുദ്ധാത്മാവും അന്യഭാഷയും സംബന്ധിച്ച ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നാം ഈ പഠന പരമ്പരയിലൂടെ പഠിക്കുന്നത്. ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്? രക്ഷിക്കപ്പെടുമ്പോഴാണോ അതോ കാത്തിരുന്നോ? വിശ്വസിക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു എന്നുള്ളതിനുള്ള 10 ന്യായങ്ങളാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. ശ്രദ്ധിച്ചാലും. എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. പരിശുദ്ധാത്മാവും അന്യഭാഷയും സംബന്ധിച്ചുള്ള ചില ചോദ്യങ്ങൾ, അവയ്ക്കുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ പഠിക്കുവാൻ തുടങ്ങിയത്. ഇന്നത്തെ ചോദ്യം പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. ആത്മാവ് ലഭിക്കുന്നത് രക്ഷിക്കപ്പെടുന്ന സമയത്താണോ അതോ രക്ഷിക്കപ്പെട്ട ശേഷം സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് ലഭിക്കാൻ വേണ്ടി കാത്തിരുന്നതിന് ശേഷമാണോ ആത്മാവ് ലഭിക്കുന്നത്? പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്ക്, വീണ്ടെടുക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് രക്ഷിക്കപ്പെടുന്ന അതേ മാത്രയിൽ തന്നെയാണ് എന്നുള്ളത് തിരുവെഴുത്ത് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ആത്മീയ സത്യമാണ്. ഈ സത്യം ഒരു അളവ് വരെ പെന്തക്കോസ്ത് സഹോദരന്മാരും വിശ്വസിക്കുന്നുണ്ട്. എങ്കിലും അവരുടെ ഈ അന്യഭാഷ എന്ന ഉപദേശത്തെ നിവരെ നിർത്തുവാൻ വേണ്ടി രണ്ടാം അനുഗ്രഹമെന്ന ഒരു ഉപദേശം അവർ പഠിപ്പിക്കുന്നു എന്ന് മാത്രം. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്രീ അനിൽ കൊടുത്തോട്ടം പരിശുദ്ധാത്മ സ്നാനം എന്ന വീഡിയോയിൽ പറഞ്ഞ ഒരു പ്രസ്താവന ഞാൻ നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാം. ആത്മപ്രേരണയാൽ രക്ഷിക്കപ്പെട്ടു. ദൈവാത്മാവിലല്ലാതെ ഒരുവന് ക്രിസ്തു ദൈവോത്തരം എന്ന് പറയാൻ കഴിയില്ല. അത് സത്യമാണ്. കാരണം അത് പ്രേരണയാണ് ആത്മാവിൻ്റെ. ആ പ്രേരണ പത്രോസിനുണ്ടായി പണ്ട്. ആ പ്രേരണ കൊണ്ടാണ് ഞങ്ങൾ മശിയെ കണ്ടെത്തി എന്നവർ പറഞ്ഞത്. പക്ഷെ അന്നൊന്നും പരിശുദ്ധാത്മാവിൻ്റെ സ്നാനം അവർക്ക് കിട്ടിയിട്ടേയില്ല. ഇതേ അനുഭവമാണ് നമുക്കും. ഒരുവൻ രക്ഷിക്കപ്പെടുമ്പോൾ അവന് പരിശുദ്ധാത്മ പ്രേരണ ഉണ്ട്. പരിശുദ്ധാത്മാവിനെ കിട്ടിയോ? ആദ്യം പരിശുദ്ധാത്മ പ്രേരണയാണുള്ളത്. അപ്പോൾ രണ്ടാമത് പരിശുദ്ധാത്മ സ്നാനമാണുള്ളത്. അപ്പോൾ ഈ പരിശുദ്ധാത്മ പ്രേരണയും പരിശുദ്ധാത്മ സ്നാനവും, പ്രേരണയാൽ രക്ഷിക്കപ്പെട്ടു വരുന്നു, ദൈവാത്മാവിലാണത്. അടുത്തത് ആത്മ സ്നാനം സംഭവിക്കും. രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് പുറമേ നിന്ന് ശക്തി പ്രയോഗിക്കുകയും പിന്നീട് സ്നാനപ്പെട്ട ശേഷം കാത്തിരുന്ന് അന്യഭാഷ അടയാളത്തോടെ ഒരു വ്യക്തിയിൽ ആത്മാവ് വസിക്കാൻ ആരംഭിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രസ്താവനയുടെ ആശയം എന്ന് പറയുന്നത്. ആത്മാവ് ലഭിച്ചതിൻ്റെ അടയാളം അന്യഭാഷയാണെന്ന് പറയുന്ന ശ്രീ അനിൽ കൊടുത്തോട്ടം തന്നെ തൃസ ഹബീബിൻ്റെ ആത്മസ്നാനവും അന്യഭാഷയും എന്ന പുസ്തകത്തിൻ്റെ 10ാമത്തെ പേജിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ്: ബ്രദറൻ വിശ്വാസിൽ പരിശുദ്ധാത്മാവ് ഉള്ളവരാണ്. അപ്പോൾ ഈ അന്യഭാഷ ആത്മാവിനെ ലഭിച്ചതിൻ്റെ, പ്രാപിച്ചതിൻ്റെ അടയാളമാണെന്ന് പറയുകയും അതേസമയം അന്യഭാഷ പറയാത്ത ബ്രദറുകാരും അതുപോലെ മറ്റുള്ളവരൊക്കെ ഈ രക്ഷിക്കപ്പെട്ടവരൊക്കെ ആത്മാവുള്ളവരാണ് എന്ന് അദ്ദേഹത്തിന് എങ്ങനെ പറയാൻ കഴിയും? ഇനിയും പാസ്റ്റർ കോശി വൈദ്യൻ്റെ ആത്മപ്രാപണം സംബന്ധിച്ചുള്ള ഉപദേശം ഒന്ന് ശ്രദ്ധിക്കുക. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: പാപത്തിൻ്റെയും പിശാചിൻ്റെയും ആലയമായ മനുഷ്യൻ പുതുജന്മം പ്രാപിക്കുന്നതോടെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമായി തീരുന്നു. എല്ലാ ദൈവമക്കളിലും പരിശുദ്ധാത്മാവ് അധിവസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പരിശുദ്ധാത്മ സ്നാനം എന്ന പുസ്തകത്തിൻ്റെ 81 പേജിലാണ് അദ്ദേഹം ഇത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഈ വ്യക്തി തന്നെ, ഈ കോശി വൈദ്യൻ തന്നെ അടുത്ത പേജുകളിൽ പറയുന്നത് പരിശുദ്ധാത്മാവിനെ കാത്തിരുന്ന് പ്രാപിക്കണം. അതിൻ്റെ അടയാളം അന്യഭാഷ ഭാഷണമാണ്. ഈ KE ഏബ്രഹാം സാറും TG ഉമ്മച്ചനും ഇവിടെയൊക്കെ എഴുത്തുകളും പ്രസംഗവും ഒക്കെ ശ്രദ്ധിച്ചാൽ ഈ ഒട്ടുമിക്ക പെന്തക്കോസ്ത് എഴുത്തുകാരും അവരെല്ലാം ഇങ്ങനെ പരസ്പര വിരുദ്ധമായി ഒരു കാര്യം ഒരു പേജിൽ പറയും, മറ്റൊരു പേജിൽ ആത്മപ്രാവണത്തെക്കുറിച്ച് മറ്റൊരു നിലയിൽ അവതരിപ്പിക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. ഞാൻ ഇത്രയും കാര്യങ്ങളെ ആമുഖമായി പറഞ്ഞത് പരിശുദ്ധാത്മാവും അന്യഭാഷയും സംബന്ധിച്ചുള്ള ഈ സഹോദരങ്ങളുടെ പഠിപ്പിക്കൽ ആകെ കുഴഞ്ഞു മറിഞ്ഞ ഒരു പരുവത്തിലുള്ളതാണ് എന്ന് ആ കാര്യം ഒന്ന് ഓർപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇനിയും രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ആ രക്ഷിക്കപ്പെടുന്ന അതേ മാത്രയിൽ തന്നെയാണ് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നത് എന്നുള്ളതിൻ്റെ വേദപുസ്തക ന്യായങ്ങളാണ് ഞാൻ തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. ഒന്ന്, ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത് പോലും പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. 1 കൊരിന്ത്യർ 12-ാം അധ്യായം
അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയുവാൻ, അതായത് ഏറ്റുപറയുവാൻ ഒരാൾക്ക് പോലും കഴിയുന്നതല്ല. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 16-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പൊ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുന്നത്. യോഹന്നാൻ 3:5 പ്രസിദ്ധമായ വാക്യമാണ്, വെള്ളത്താലും ആത്മാവിനും അല്ലാതെ ഒരാൾക്ക് വീണ്ടും ജനിപ്പാൻ കഴിയുകയില്ല. അപ്പൊ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ് ഈ വീണ്ടെടുപ്പ് അല്ലെങ്കിൽ രക്ഷ, വീണ്ടും ജനനം എന്ന് പറയുന്നത്. ഇനി 2-ാമത്തെ കാരണം, ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന ആദ്യത്തെ ദാനം പരിശുദ്ധാത്മാവാണെന്ന് തിരുവെഴുത്ത് പറയുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആത്മാവെന്ന ആദ്യ ദാനം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനെ കാത്തുകൊണ്ട് ഉള്ളിൽ ഞരങ്ങുന്നു. ഇനി 3-ാമത്തെ കാരണം, ഒരു വിശ്വാസിക്ക് രക്ഷിക്കപ്പെടുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്ന ആ അച്ചാരം, അതായത് ഗ്യാരണ്ടി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം, അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയത്തിൽ തന്നുമിരിക്കുന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. അപ്പോൾ സാധാരണ ഈ അച്ചാരം അല്ലെങ്കിൽ ഗ്യാരണ്ടി അത് ലഭിക്കുന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാം. ഇതുപോലെ തന്നെ ഒരു രക്ഷിക്കപ്പെടുന്ന ഒരു വ്യക്തി, ആ വ്യക്തിക്ക് ഉറപ്പായി, ഗ്യാരണ്ടിയായി, അച്ചാരമായി നൽകപ്പെടുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. ഇനി 4-ാമത്തെ കാരണം തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ, വിശ്വസിക്കുമ്പോഴാണ് ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് ലഭിക്കുന്നതിൻ്റെ വളരെ വ്യക്തമായ ഒരു വാക്യം, ഒരു തെളിവ് ഞാൻ ഗലാത്യർ 3:2 നിന്നും ഓർപ്പിക്കാം. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ ഇതൊന്ന് മാത്രം നിങ്ങളോട് ഗ്രഹിപ്പാൻ ഇച്ഛിക്കുന്നു, നിങ്ങൾക്ക് ആത്മാവ് ലഭിച്ചത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടതിനാലോ. ഗലാത്യർ ലേഖനം 3-ാം അധ്യായം 14-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. എഫേസ്യർ 1:13-14 വാക്യങ്ങൾ വിശ്വസിക്കുമ്പോൾ ആത്മാവ് ലഭിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരു വാക്യമാണ്. നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം കേൾക്കുകയും, അടുത്ത വാക്യം ഇങ്ങനെയാണ്, അവരിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. അപ്പൊ വിശ്വാസത്താലാണ് പരിശുദ്ധാത്മാവ്, വിശ്വസിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിക്കുന്നത്. 5-ാമത്തെ തെളിവ്, പരിശുദ്ധാത്മാവില്ലാത്ത ഒരു വ്യക്തി ക്രിസ്തുവിനുള്ളവനല്ല, രക്ഷിക്കപ്പെട്ട വ്യക്തിയെ അല്ല. റോമാലേഖനം 8:9-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തുവിന്റെ ആത്മാവ് ഇല്ലാത്തവൻ അവന് ഉള്ളവൻ അല്ല. അവൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെടണം, കാത്തിരിക്കണം, അന്യഭാഷ പറയണം, അതൊക്കെ കഴിഞ്ഞാണ് ആത്മാവ് ലഭിക്കുന്നതെങ്കിൽ ഇത്രയും കാലം ഈ സഹോദരങ്ങൾ ഉള്ളവരല്ലയോ, ക്രിസ്തുവുമായി ബന്ധമില്ലായിരുന്നോ എന്നുള്ള കാര്യം അവർ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷത്തിൽ തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് തെളിയിക്കുവാൻ കഴിയുന്ന സത്യമാണ്. രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആത്മാവ് ലഭിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു 10 തെളിവുകൾ ഞാൻ ഒരു ചോദ്യ രൂപേണ ഞാൻ അവതരിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നില്ലെന്നും സ്നാനപ്പെട്ട് കാത്തിരുന്ന് അന്യഭാഷ പറഞ്ഞ ശേഷമാണ് ആത്മാവ് ലഭിക്കുന്നതെന്നുമാണല്ലോ ഇവരെ സാധാരണ പഠിപ്പിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ സഹോദരങ്ങളോട് ചോദിക്കാനുള്ള 10 ചോദ്യങ്ങൾ ഇതാണ്. ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നില്ല, സ്നാനപ്പെടണം, കാത്തിരിക്കണം, അന്യഭാഷ പറയണം, അത് കഴിഞ്ഞാലും ആത്മാവ് ലഭിക്കുകയുള്ളൂ എങ്കിൽ, അങ്ങനെയെങ്കിൽ നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം ഇതാണ്. 1-ാമത്തെ ചോദ്യം, പിതാവായ ദൈവവും പുത്രനായ ദൈവവും എന്നു മുതലാണ് നിങ്ങളിൽ വസിപ്പാൻ ആരംഭിച്ചത്? നിങ്ങളെ സ്നാനപ്പെട്ട് കഴിഞ്ഞാണോ? നിങ്ങൾ കാത്തിരുന്ന ശേഷമാണോ? നിങ്ങൾക്ക് അന്യഭാഷ ലഭിച്ച ശേഷമാണോ? അത് കഴിഞ്ഞാണോ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും വസിക്കാൻ ആരംഭിക്കുന്നത്? പിതാവും പുത്രനും ഒരു വിശ്വാസിയിൽ വസിക്കാൻ ആരംഭിക്കുന്നത് അവർ രക്ഷിക്കപ്പെടുന്ന സമയത്താണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളിൽ പരിശുദ്ധാത്മാവ് വസിച്ചുകൂടാ? 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തൻ്റെ ആത്മാവിനെ തന്നതിനാൽ അറിയുന്നു. അപ്പൊ ആത്മാവില്ലെങ്കിൽ, ആത്മാവ് തന്നതുകൊണ്ടാണ്, ആത്മാവ് ലഭിച്ചതുകൊണ്ടാണ് ഈ അറിവ് നമുക്കുണ്ടാകുന്നത്. 15-ാമത്തെ വാക്യം ശ്രദ്ധിക്കുക, യേശു ദൈവപുത്രൻ എന്ന് സ്വീകരിക്കുന്നവനിൽ ദൈവവും അവൻ ദൈവത്തിലും വസിക്കുന്നു. പാസ്റ്റർ കെ എബ്രഹാം പരിശുദ്ധാത്മ സ്നാനം എന്ന അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിന്റെ ആദ്യ പേജിൽ പറഞ്ഞിരിക്കുന്ന ഭാഗം ഞാനൊന്ന് നിങ്ങളെ കേൾപ്പിക്കാം. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരു വ്യക്തി രക്ഷിക്കപ്പെടുമ്പോൾ തന്നെ ആ വ്യക്തിയിൽ വസിക്കാൻ തുടങ്ങുന്നു. പേജ് നമ്പർ 1-2 പാരഗ്രാഫ്
രണ്ടാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം വ്യക്തമായി പറഞ്ഞിരിക്കുക. പിന്നെ ഏത് ആത്മാവിന് വേണ്ടിയാണ് നിങ്ങൾ ഈ കാത്തിരിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം, രക്ഷിക്കപ്പെടുമ്പോൾ പാപിയായ ഒരു വ്യക്തി ദൈവ പൈതലാകുന്നു എന്ന് ദൈവജനം വ്യക്തമായി പറയുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് ദൈവ പൈതലിനെ ആത്മാവ് ലഭിച്ചുകൂടാ? പിതാവിനെ ലഭിക്കുന്നു, പിതാവ് വസിക്കുന്നു, പുത്രൻ വസിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1:12 നമ്മൾ വായിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. അപ്പൊ ദൈവമക്കളായ മാത്രം പോരാ, അങ്ങനെ ദൈവമക്കളായാലും അവർക്ക് പിതാവും ഉണ്ട്, പുത്രനും അവരിൽ വസിക്കും, പക്ഷെ പരിശുദ്ധാത്മാ മാത്രം വസിക്കില്ല എന്ന് പഠിപ്പിക്കാനുള്ള ന്യായം എന്താണ്? അപ്പൊ പരിശുദ്ധാത്മാവ് ലഭിക്കണമെങ്കിൽ സ്നാനപ്പെടണം, കാത്തിരിക്കണം, അന്യഭാഷ പറയണം. ഇത് വേദപുസ്തകം പഠിപ്പിക്കുന്നത് സത്യമല്ല. മൂന്നാമത്തെ ചോദ്യം, ഒരാൾ രക്ഷിക്കപ്പെടുമ്പോൾ അവർ ദൈവത്തിന്റെ കുടുംബത്തിന്റെ അംഗങ്ങളാകുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് ആത്മാവ് ലഭിച്ചുകൂടാ? എഫേസ്യർ 2:19 വാക്യത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, ആകയാൽ നിങ്ങൾ ഇനി അന്യന്മാരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ. അപ്പൊ സ്നാനപ്പെട്ട് കാത്തിരുന്ന് അന്യഭാഷ അടയാളം ആയി പറഞ്ഞ് അതിനുശേഷമേ ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളായി തീരുന്നുണ്ടോ? അല്ല. രക്ഷിക്കപ്പെടുന്ന അതേ നിമിഷത്തിൽ തന്നെ ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളായി തീരുന്നു. അപ്പൊ ദൈവ കുടുംബത്തിന്റെ അംഗങ്ങളായി തീരുന്ന എല്ലാവർക്കും ത്രിയേക ദൈവത്തിന്റെ മന്ദിരങ്ങളായി അവർ മാർഗമാണ്. ചോദ്യം 4, റോമർ 8:15 അടിസ്ഥാനമാക്കിയാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ ആത്മാവിനെ അത്രേ പ്രാപിച്ചത്. അപ്പൊ രക്ഷിക്കപ്പെട്ടാൽ മാത്രം പോരാ, സ്നാനപ്പെടണം, അന്യഭാഷ പറയണം, കാത്തിരിക്കണം, അന്യഭാഷ പറയണം. അത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ പിതാവേ എന്ന് നിങ്ങൾക്ക് ദൈവത്തെ വിളിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ പ്രാർത്ഥിപ്പാൻ കഴിയുള്ളൂ. നിങ്ങൾ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാൻ ആരംഭിച്ചത് സ്നാനപ്പെട്ടതിന് ശേഷം കാത്തിരുന്ന് അന്യഭാഷ പറഞ്ഞ ആത്മാവ് ലഭിച്ചതിന് ശേഷമാണോ അതിനു മുമ്പാണോ? അപ്പൊ അങ്ങനെയെങ്കിൽ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചത് നാം രക്ഷിക്കപ്പെട്ട അതേ നിമിഷം തന്നെയാണ്. അപ്പൊ ഇത്രയും നാളുകൾ നിങ്ങൾ പുതുപുത്ര ബന്ധമില്ലാത്തവരായിട്ട് തുടരുകയാണോ? അപ്പൊ അതുകൊണ്ട് ഈ ഉപദേശം തെറ്റാണ്. അഞ്ചാമത്തെ ചോദ്യം റോമാലേഖനം 8:16 വാക്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു, നാം ദൈവത്തിന്റെ മക്കളെന്ന് ആത്മാവ് താനും നമ്മുടെ ആത്മാവോടെ സാക്ഷ്യം പറയുന്നു. നാം ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മുടെ ആത്മാവിനോടെ സാക്ഷ്യം പറയുന്ന ഈ ആത്മാവ് പരിശുദ്ധാത്മാവ് തന്നെയല്ലേ? അങ്ങനെയാണെങ്കിൽ ഇത് പെന്തക്കോസ്തുകാരും വിശ്വസിക്കുന്ന കാര്യം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇത് രക്ഷിക്കപ്പെടുന്ന സമയം മുതൽ തന്നെ ആയിരിക്കില്ലേ? അതോ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, കാത്തിരിക്കണം, അന്യഭാഷ പറയണം, അത് കഴിഞ്ഞാണോ നാം ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മുടെ ആത്മാവോട് സാക്ഷ്യം പറയാൻ തുടങ്ങുന്നത്? ആ കാര്യം ഈ സഹോദരന്മാരെ ഒന്ന് വ്യക്തമാക്കേണ്ടത് ആവശ്യമാണ്. അതുമാത്രമല്ല, യോഹന്നാന്റെ സുവിശേഷം 1:12 നമ്മൾ വായിച്ച, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാവാൻ അവൻ അധികാരം കൊടുത്തിരിക്കുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ട എല്ലാവരും ദൈവമക്കളാണ്. ആ ദൈവമക്കളിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അവർ ദൈവമകനായ ആ സമയത്തു തന്നെ അവരിൽ വസിപ്പാൻ ആരംഭിക്കുന്നു. ഇതാണ് തിരുവെഴുത്ത് പഠിപ്പിക്കുന്ന വ്യക്തമായ സത്യം. അപ്പൊ ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വ്യക്തമായിട്ട് പറയാൻ സാധിക്കുന്നത്, രക്ഷിക്കപ്പെട്ട സകല ആൾക്കാരും ദൈവത്തിന്റെ മക്കളാണ്, ദൈവമന്ദിരമാണ്, പരിശുദ്ധാത്മാവിന്റെ അധിവാസം അവരിൽ ആരംഭിക്കുന്നു. നാം എപ്പോഴാണ് ദൈവമക്കളായത്? നാം രക്ഷിക്കപ്പെട്ട നിമിഷത്തിലാണ്. അതോ സ്നാനപ്പെട്ട് കാത്തിരുന്ന് അന്യഭാഷ പറഞ്ഞ ശേഷമാണോ നമ്മൾ ദൈവമക്കളായത്? അപ്പൊ ഈ ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം. രക്ഷിക്കപ്പെടുന്ന നിമിഷം നാം ദൈവമക്കളാകുകയും ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിക്കുവാൻ ആരംഭിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് തിരുവെഴുത്ത് പറയുന്ന സത്യം. ഈ സത്യം എന്തുകൊണ്ട് സഹോദരങ്ങളെ നിങ്ങൾക്ക് അംഗീകരിച്ചുകൂടാ? ആറാമത്തെ ചോദ്യം റോമാലേഖനം 8-13-14 വാക്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. 13-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കുന്ന ചെയ്യും, ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജീവിക്കും. എപ്പോഴും മുതലാണ് നിങ്ങൾ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ തുടങ്ങിയത്? ഈ പ്രവൃത്തിക്ക് നമ്മെ സഹായിക്കുന്നത് നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവാണ് എന്ന് ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. അപ്പൊ രക്ഷിക്കപ്പെട്ട ശേഷം സ്നാനപ്പെട്ട് കാത്തിരുന്ന് അന്യഭാഷ അടയാളമായി പ്രാപിച്ച ശേഷമാണോ നിങ്ങൾ ഈ ഒരു അനുഭവത്തിലേക്ക് ജഡത്തെ അനുസരിച്ച് ജീവിക്കാതിരിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിപ്പാൻ ആരംഭിച്ചത്? ഇനി വാക്യം 14 ഒന്ന് ശ്രദ്ധിച്ച്. അവിടെ നമ്മൾ വായിക്കുന്നത് 14-ാമത്തെ വാക്യത്തില് നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു. എപ്പോഴും മുതലാണ് നിങ്ങളെ
ദൈവാത്മാവ് നടത്തുവാൻ ആരംഭിച്ചത്? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കാത്തിരുന്നു, അന്യഭാഷ പറഞ്ഞു, ആത്മാവ് ലഭിച്ചു. അതിനുശേഷമാണോ ദൈവാത്മാവായ നിങ്ങൾ നടത്താൻ തുടങ്ങിയത്? അതോ ദൈവാത്മാവ് പുറമേ നിന്നുകൊണ്ട് നിങ്ങളെ ഇത്രയും കാലം നടത്തുകയും നിങ്ങൾ കാത്തിരുന്ന ആത്മാവ് പ്രാപിച്ച അന്യഭാഷ പറഞ്ഞ് ആത്മാവ് പ്രാപിച്ച ശേഷമാണോ ദൈവത്തിന്റെ ആത്മാവ് അകത്തു വന്ന് നിങ്ങളെ നടത്തുവാൻ തുടങ്ങിയത്? ഏഴാമത്തെ ചോദ്യം 1 കൊരിന്ത്യർ 3:16 അടിസ്ഥാനത്തിലാണ്. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? പെന്തക്കോസ്ത് സഹോദരങ്ങളോട് ചോദിക്കാനുള്ള ചോദ്യം, നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരങ്ങളായതെന്നാ? പരിശുദ്ധാത്മാവിന്റെ മന്ദിരമായി തീർന്നത് എന്നാണ്? രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, കാത്തിരുന്നു, അന്യഭാഷ പറഞ്ഞു, ആത്മാവ് പ്രവാഹിച്ചു, അതിനുശേഷമാണോ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമായി തീർന്നത്? എട്ടാമത്തെ ചോദ്യം, രക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കുന്നില്ലേ? യോഹന്നാൻ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു. അപ്പൊ രക്ഷിക്കപ്പെടുമ്പോൾ പിതാവും പുത്രനും നിത്യജീവനും എല്ലാം ലഭിക്കും. പക്ഷേ പരിശുദ്ധാത്മാവിനെ പെൻഡിങ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. 9-ാമത്തെ ചോദ്യം, രക്ഷിക്കപ്പെടുമ്പോൾ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേര് എഴുതപ്പെടുന്നു. വെളിപാട് പുസ്തകം 20-15 വാക്യം. പരിശുദ്ധാത്മാവ് മാത്രം ലഭിക്കുകയില്ല. അങ്ങനെ ഒരു ഉപദേശമുണ്ടോ? 10-ാമത്തെ ചോദ്യം, രക്ഷിക്കപ്പെടുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സാർവത്രിക സഭയുടെ അംഗമായി ഒരു വ്യക്തി മാറുന്നു. പ്രവർത്തന പുസ്തകം 2-ാം അധ്യായം 47-ാമത്തെ വാക്യവും എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യവും. അപ്പൊ ഈ ദൈവസഭയുടെ അംഗമായി, ക്രിസ്തുവിന്റെ വകയായി, ദൈവമകനായി, ശിക്ഷാവിധി നീങ്ങി, പിതാവും പുത്രനും അവരിൽ വസിപ്പാൻ ആരംഭിക്കുന്നു. ഇങ്ങനെ അസംഖ്യമായ കാര്യങ്ങൾ ഇതെല്ലാം നടക്കും. പക്ഷെ ഒരു കാര്യം മാത്രം നടക്കുകയില്ല, ലഭിക്കുകയില്ല. അത് പരിശുദ്ധാത്മാവാണ്. അപ്പൊ 100 അതായത് നാം രക്ഷിക്കപ്പെടുമ്പോൾ അതിനോടനുബന്ധിച്ച് ലഭിക്കുന്ന 100 അനുഗ്രഹങ്ങൾ, ആ 100 അനുഗ്രഹങ്ങളിൽ 99 എണ്ണവും രക്ഷിക്കപ്പെടുമ്പോൾ ലഭിക്കുന്നു. അതിൽ ഒരെണ്ണം പരിശുദ്ധാത്മാവ് അത് പെൻഡിങ് ആയി വെക്കുന്നു. എന്ത് അടിസ്ഥാനത്തിൽ, ഏത് തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ഉപദേശം നിങ്ങളെ രൂപീകരിച്ചിട്ടുള്ളത്? നമ്മൾ മനസ്സിലാക്കേണ്ടത്, രക്ഷിക്കപ്പെടുമ്പോൾ ദൈവപൈതലാകുന്നു, രക്ഷിക്കപ്പെടുമ്പോൾ നീതീകരണം പ്രാപിക്കുന്നു, രക്ഷിക്കപ്പെടുമ്പോൾ ന്യായവിധി നീങ്ങുന്നു, രക്ഷിക്കപ്പെടുമ്പോൾ ദൈവകുടുംബത്തിന്റെ അംഗമാകുന്നു, രക്ഷിക്കപ്പെടുമ്പോൾ ദൈവത്തിന്റെ മകനാകുന്നു. അപ്പൊ ഇങ്ങനെ ആത്മീയമായ അനേക അനുഗ്രഹങ്ങൾ ഇവിടെ പഠിപ്പിക്കൽ അനുസരിച്ചാൽ ഒന്നൊഴികെ, പരിശുദ്ധാത്മാവ് ഒഴികെ മറ്റെല്ലാ ആത്മീയ അനുഗ്രഹങ്ങളും എന്ത് ചെയ്യുന്നു? രക്ഷിക്കപ്പെടുന്ന സമയത്ത് ലഭിക്കുന്നു. പുത്രത്വം ലഭിക്കുന്നു, ന്യായവിധി മാറുന്നു, ദൈവമകനാകുന്നു, ദൈവസഭയുടെ അംഗമാകുന്നു. പക്ഷേ പരിശുദ്ധാത്മാവ് ലഭിക്കുന്നില്ല. അപ്പൊ ഈ ഉപദേശം അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിലെ ഒരു ഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ചും ആഗ്നസ് എൻ ഓസ്മാൻ എന്ന ഒരു പെൺകുട്ടി പറഞ്ഞ അവിടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെട്ട ഒരു ഉപദേശമാണ് ഇത്. തിരുവെഴുത്തുമായി യാതൊരു ബന്ധവുമില്ല. അടുത്ത ആഴ്ച മറ്റൊരു ചോദ്യമായി നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഈ ശുശ്രൂഷയോർത്ത് പ്രാർത്ഥിക്കുക, നിങ്ങളുടെ സംശയങ്ങൾ ചോദിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.